ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സാറ്റർഡേ നൈറ്റാണ്. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷാർജയിലെ കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ച കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ വീക്കെൻഡ് സാധാരണ നമ്മൾ ഫ്രൈഡേയ്സിലോ അല്ലെങ്കിൽ സാറ്റർഡേയ്സിലോ സൺഡേയ്സിലോ ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കാം നമ്മൾ മക്കളൊക്കെ ആയിട്ട് വീക്കെൻഡ്സ് പുറത്ത് പോകാറ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് സാറ്റർഡേ ഡിന്നറൊക്കെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സാറ്റർഡേ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ പിള്ളേരും ഒക്കെ ആയിട്ട് ഇക്കാക്കിയായിട്ട് ഒന്ന് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ കുറച്ച് ഐറ്റംസൊക്കെ മിസ്സായി. അപ്പോൾ നമ്മൾ പുട്ട്, നല്ല ചൂട് പുട്ട് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം ഇതെന്ന് പറയുന്നത് ഈ ഒരു കാലിക്കറ്റ് സ്റ്റോറീസിലെ ഒരു സിഗ്നേച്ചർ ഐറ്റം എന്നൊക്കെ പറയാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പാൽ പൊറോട്ട എന്ന് പറയും. നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് പാൽ പൊറോട്ട കഴിച്ചെങ്കിലും ഇവിടുത്തെ ഈ ഒരു കാലിക്കറ്റ് സ്റ്റോറീസിലെ പാൽ പൊറോട്ട എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ടൈപ്പാണ്. നമ്മൾ ഭയങ്കര യെമ്മി ഡിലീഷ്യസ് മൗത്ത് വാട്ടറിങ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ 3 പൊറോട്ടയാണ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല ഒരു ഗ്രേവിയോട് കൂടിയിട്ട് ബീഫ് റോസ്റ്റ് ഇങ്ങനെ ലെയർ ചെയ്തിട്ട് അത് അവരിങ്ങനെ കട്ട് ചെയ്ത് സെർവ് ചെയ്ത് അവർ തന്നെ തരും. അതൊരു പ്രത്യേക രസമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകും. അത്രയും യമ്മി ആയിട്ടുള്ള ഒരു ഡിഷാണിതെന്ന് പറയുന്നത്. അപ്പോൾ ദുബായിലുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ കാലിക്കറ്റ് സ്റ്റോറീസിൽ പാൽ പൊറോട്ട എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പുട്ട് ഓർഡർ ചെയ്തു. അത് ഞാൻ ജസ്റ്റ് കാണിച്ചല്ലോ. അത് എനിക്ക് കഴിക്കാനല്ല, ഞാൻ വലിയ ആസ്വദിച്ച് കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തത് മിക്സഡ് ന്യൂഡിൽസ് ആയിരുന്നു. പിന്നെ ഞാൻ കുടിക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ചത് സോഡ ലൈമായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പോട് കൂടിയിട്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറി, അതുപോലെ തന്നെ ബീഫ് കറി, അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് അടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു ഹോമാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഡിന്നർ വിശേഷമാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഷാർജയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിത്തെ ചെറിയ ലൈറ്റും സെറ്റപ്പും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്യൂ ഒക്കെ കണ്ടതുകൊണ്ട് ഒരു രസം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. അപ്പോൾ ഞാൻ അവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ 3 മിനിറ്റ്സിൽ താഴെയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഷോർട്ട് കാറ്റഗറിയിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാത്രി വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം എന്തോ ഒരു ചീസ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു റസ്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കഴിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് വാട്ടർ മെലണും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാവർക്കും, ഇക്കാക്കും മക്കൾക്കും എല്ലാം കൂടിയിട്ട് നമ്മൾ വാട്ടർ മെലനും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.